ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് വിവോ ആണ്. വിവോ പല സീരീസിലാണ് ഫോണുകൾ ഇറക്കുന്നത്. നമുക്കറിയാം വിവോ എക്സ് സീരീസ്, അതുപോലെ വിവോയുടെ വി സീരീസ് ഉണ്ട്, ടി സീരീസ് ഉണ്ട്, വൈ സീരീസ് ഉണ്ട്. അത്തരത്തിൽ വൈ സീരീസിലെ ഒരു പുതിയ ഫോണാണ് ഇത് നിങ്ങളെ പരിചയപ്പെടുന്നത്. വിവോ Y51 Pro എന്ന സ്മാർട്ട് ഫോണാണിത്. അപ്പോൾ ഇതിനകത്ത് കംസ് വിത്ത് AI എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് കണക്ക് പറയുകയാണെങ്കിൽ ഭയങ്കര വിലയൊന്നും അധികമില്ലാത്ത ഒരു സ്മാർട്ട് ഫോൺ, അതായത് ഒരു 25,000 പ്രൈസ് റേഞ്ചിലൊക്കെ നിൽക്കുന്ന വിവോ ഫോൺ നോക്കുന്നവർക്ക് പറ്റിയ ഒരു ഫോൺ എന്ന നിലയിൽ നോക്കാവുന്നതാണ്. എന്തായാലും എൻ്റെ ഒരു ഫോണിന്റെ ഡിസൈൻ ബോക്സിന്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ ആ ബോക്സിന്റെ പുറത്തെ ഫോട്ടോ കണ്ടിട്ട് തന്നെ കൊള്ളാം. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. 2 കളറുകളാണ് ഈ ഒരു ഫോൺ വരുന്നത്. ആ കളറുകളാണ് ഈ ബോക്സിന്റെ പുറത്ത് കൊടുത്തിരിക്കുന്നത്. ഇതായിരിക്കുന്നു ഫോൺ. അതിലേക്ക് വരാം. വേറെ ഇതിനകത്ത് മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ യൂസർ നെയിം, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, അതുപോലെ ചാർജർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ A to C ചാർജിങ് കേബിളും സിം ഇജക്ടർ പിന്നും ഇത്തരം കാര്യങ്ങളാണ് ഫോണിന്റെ ബോക്സിനകത്തുള്ളത്. ഫോണിലേക്ക് വരാം. ഇതാണ് ഫോൺ. ഓക്കെ, കളർ കൊള്ളാം അല്ലേ? ഈ നമ്മളിവിടെ ഇട്ടിരിക്കുന്ന മാറ്റിന്റെ കളറുമായിട്ട് മാച്ച്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? കാരണം 4 സൈഡും കർവുള്ള ഡിസ്പ്ലേ. പക്ഷെ ഇവിടെ ക്വാഡ് കർവ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. അതായത് ഈ ബോഡിയാണ് നോക്കി ഇത്തരത്തിൽ 4 സൈഡും കർവ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, എനിക്ക് കളറും ഡിസൈനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി അടിപൊളി. കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ അടിപൊളി ലുക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ 2 ക്യാമറയുണ്ട്, LED ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ഇവിടെ ഒരു ഓറ റിംഗ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു LED റിംഗും കാണാം. വിവോ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഫോണിന്റെ ബാക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. വിവോയുടെ തന്നെ കുറച്ചുകൂടി കൂടിയ പ്രീമിയം ഫോണുകളിലേക്ക് ഒരു ബാക്കാണ് ഈ ഒരു ഫോണിനും നൽകിയിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷ് ആണ്, ഫിംഗർ പ്രിന്റ് ഒന്നും പതിയില്ല. ഈ ഒരു ബാക്ക് കളർ അല്ല ഈ ഒരു ഫ്രെയിമിന്, അതെടുത്ത് പറയണം. അതൊരു ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ Type C ചാർജിംഗ് പോർട്ടാണ്. സിം ട്രേ ഈ ഒരു ഭാഗത്താണ്. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബാക്ക് വന്നിട്ട് പ്ലാസ്റ്റിക് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ഡ്യുവൽ നാനോ സിം കാർഡാണ് ഇടാൻ സാധിക്കുന്നത്. ഇതിന്റെ ഒരു തിക്നെസ് വന്നിട്ട് 8.3 മില്ലിമീറ്റർ ആണ്. അതുപോലെ വെയിറ്റ് വന്നിട്ട് 219 ഗ്രാം ഭാരമുണ്ട്. 219 ഗ്രാം ഭാരം വരാനുള്ള ഒരു കാരണമുണ്ട്. കാരണം ഇതിനകത്ത് വലിയൊരു ബാറ്ററിയാണ് ഇരിക്കുന്നത്. അതേക്കുറിച്ച് പറയാം. ഇനി ഇതിന്റെ ഒരു ഡിസ്പ്ലേ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ബാക്ക് ക്വാഡ് കർവ്ഡ് ആണെങ്കിലും ഡിസ്പ്ലേ ക്വാഡ് കർവ്ഡ് ഒന്നും അല്ല. അതുപോലെ സെന്റർ പഞ്ച് ഹോൾ ആയിട്ട് തന്നെയാണ് എന്തായാലും സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഈ ഒരു ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽ നോക്കി കഴിഞ്ഞാൽ ഒരു ആവറേജ് സൈസ് ഉണ്ട്. ഇന്ന് കാണുന്ന കണക്കുള്ള ഒരു വളരെ തിൻ ബെസൽ അല്ല എന്തായാലും ഈ ഒരു ഫോണിനകത്ത് വന്നിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതുപോലെ ഇതിന്റെ ഒരു ഡിസ്പ്ലേ ടൈപ്പിനെ പറ്റി പറഞ്ഞാൽ LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ HD+ റെസൊല്യൂഷനേ ഉള്ളൂ ഈ ഒരു ഫോണിന്. പക്ഷേ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. 1250 നിറ്റ്സ് ആണ് ഈ ഒരു ഫോണിന്റെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ഈ ഒരു ഫോണിനകത്ത് കൊടുക്കാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രോസസറിനെ പറ്റി പറഞ്ഞാൽ MediaTekന്റെ Dimensity 7360 ടർബോ എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ ഇവിടെ ഇതുപോലെ ടെസ്റ്റ് ചെയ്തു. ഏകദേശം 1 മില്യൺ അടുത്തുള്ള ഒരു AnTuTu സ്കോർ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് ഓക്കെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ CPU ത്രോട്ട്ലിംഗ് നോക്കി അതും ബെറ്റർ ആയിട്ടുള്ള ഒരു ത്രോട്ട്ലിംഗ് റിസൾട്ട് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 93% ആണ് ഇതിന്റെ റിസൾട്ട്. യാതൊരു ത്രോട്ട്ലിംഗ് ഇഷ്യൂസും ഈ ഒരു ഫോൺ കാണിക്കുന്നില്ല എന്നുള്ളതും നല്ല സൂചനയാണ്. നമുക്ക് മാക്സിമം 8 GB വരെയും 256 GB ഇന്റർണൽ സ്റ്റോറേജും ലഭിക്കും. റാം ടൈപ്പ് വന്നിട്ട് LPDDR4X റാമും അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 3.1 ആണ്. സ്റ്റോറേജ് ടൈപ്പ് ഓക്കെയാണ്. പക്ഷേ റാം ടൈപ്പ് ഇപ്പോൾ ഈ പ്രൈസ് പോയിന്റിലേക്ക് LPDDR5X ഒക്കെ വരുന്ന ഫോണുകളുണ്ട്. പക്ഷേ ഇതിനകത്ത് LPDDR4X ആണ് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിലാണ് BGM എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രീമിൽ നമുക്ക് ഗെയിം പ്ലേ സാധ്യമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ BGMIയിലെ എല്ലാ മാപ്പും കളിച്ചു നോക്കി വളരെ ഓക്കേഷ് ആയിട്ട് മാത്രം തോന്നിക്കുന്ന ഒരു BGM എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. നിങ്ങൾക്ക് ഈ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയ രീതിക്കുള്ള ഒരു ഫ്രെയിം ഡ്രോപ്പ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയും കാഷ്വൽ ഗെയിമിങ്ങിന് മാത്രം ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണായിട്ടാണ് വിവോ Y51 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ തോന്നുന്നത്. കൂടാതെ ഗെയിമിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബാറ്ററി സേവർ, ബാലൻസ്, ബൂസ്റ്റ് മോഡ് എന്നിവ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഗെയിം ടൂൾസ് എന്ന ഓപ്ഷനിൽ വോയിസ് ചേഞ്ചർ, ഗെയിം സൗണ്ട് എഫക്ട്സ്, 4D ഗെയിം വൈബ്രേഷൻ തുടങ്ങിയ ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ നിരവധി ഓപ്ഷൻസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാറ്ററിയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 7200 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വിവോ നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഈ ഒരു ഫോണിന്റെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി വിഭാഗം ടോപ്പാണ്. നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി ആൻസൈറ്റി ഫോണിന്റെ കേസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 7200 mAh ബാറ്ററി ഉള്ള ഈ ഒരു ഫോൺ വാങ്ങാം. നമുക്ക് എങ്ങനെ പോയാലും ഒരു നോർമൽ യൂസിൽ എന്തായാലും 1-2 ദിവസത്തിലധികമുള്ള ഒരു ബാറ്ററി ലൈഫ് ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി ഇതിന്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിന്റെ ഒരു ഡ്യുവൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്യാമറ 50 മെഗാ പിക്സലും ഒരു ഡെപ്ത് സെൻസർ ആയിട്ടുള്ള ഒരു 2 മെഗാ പിക്സലും. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോണിനകത്ത് വൈഡ് ആംഗിൾ സെൻസർ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സെൽഫി ക്യാമറ 8 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസറാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ ക്യാമറ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ നമുക്കറിയാം വിവോ ആണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച ഫോട്ടോകൾ നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന് തോന്നുന്നു. അത്തരത്തിൽ വിവോയിൽ നിന്ന് വരുന്ന ഒരു ഫോണാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിന്റെ ക്യാമറ പെർഫോമൻസ് തരക്കേടൊന്നുമില്ല, കൊള്ളാം, നല്ല
നല്ല ഫോട്ടോകളും അതുപോലെ കുഴപ്പമില്ലാത്ത വീഡിയോകളും തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. എസ്പെഷ്യലി ഡൈനാമിക് റേഞ്ച് ഒക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ആ ഒരു സ്കൈയുടെ ഏരിയ ഒക്കെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെ സെൽഫി ക്യാമറ കുഴപ്പമില്ല, ബാക്ക് ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഒരു ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് അല്ല സെൽഫി ക്യാമറ നൽകുന്നെങ്കിലും തരക്കേടില്ലാത്ത ഫോട്ടോകൾ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും തരുന്നുണ്ട്. വീഡിയോകളും വലിയ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. ഒരു വാവ് എന്നൊന്നും പറയാനൊന്നുമില്ലെന്നേ ഉള്ളൂ. ഓക്കെ, വീഡിയോയിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം നമുക്ക് 4K 30 FPS വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. എന്നാൽ സെൽഫി ക്യാമറയിലേക്ക് വന്നാൽ മാക്സിമം ഫുൾ HD വീഡിയോകളെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫോണിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കറാണ്, ഭയങ്കര ലൗഡാണ് ഇതിന്റെ വോളിയം. നമ്മൾ ഇതിനകത്ത് വോളിയം കൂട്ടുമ്പോൾ കണ്ടില്ലേ 400% ഒക്കെയാണ് മാക്സിമം വോളിയം എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ എവിടെ വോളിയം കൂടുന്നോ അവിടെ സൗണ്ടിന്റെ ക്വാളിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. അത് ഇവിടെയുണ്ട്. പലപ്പോഴും ചില ബ്രാൻഡുകളൊക്കെ നല്ല സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി വോളിയം ഒരു ഹൈ ആയാലും ഒരു കുറച്ച് വോളിയം എന്ന് പറയുന്നത് മാക്സിമം കൂട്ടാവുന്നതിന് ഒരു പരിധി വെക്കും. അപ്പോൾ വോളിയം ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ സൗണ്ടൊക്കെ ഡിസ്റ്റോർട്ടഡ് ആയി ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് അത്രയും ഇവിടെ ഹൈ വോളിയം ഉള്ളതുകൊണ്ട് തന്നെയും സൗണ്ട് ഹൈ വോളിയത്തിൽ വയ്ക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും സ്റ്റീരിയോ സ്പീക്കറാണ് ഈ ഒരു ഫോണിനത് നൽകിയിരിക്കുന്നത്. സോഫ്റ്റ്വെയർ മറ്റൊരു പ്രത്യേകതയാണ്. ആൻഡ്രോയിഡ് 16 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. വിവോയുടെയൊക്കെ പുതിയ OS 6 ആണ് ഈ ഒരു ഫോണിനകത്ത് പ്രവർത്തിക്കുന്നത്. സാധാരണ വിവോയുടെ ഹൈ എൻഡ് ഫോണുകളിലൊക്കെയാണ് ആദ്യം ഈ ഒരു OS വന്നു തുടങ്ങിയത്. ഇവരുടെ ഈ ഒരു ഫോണിനകത്തും OS തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ബ്ലോട്ട് വോയിസുകളെ പറ്റി പറഞ്ഞാൽ കുറച്ച് ബ്ലോട്ട് വോയിസുകൾ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അധികമില്ല എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഫോൺ പേ, നെറ്റ്ഫ്ലിക്സ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ അങ്ങനെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് എന്തായാലും ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ നോക്കി സെറ്റപ്പ് ചെയ്തില്ലെങ്കിൽ കുറേ കൂടി ആപ്ലിക്കേഷൻ ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ആകും എന്നുള്ളതും ഓർക്കണം. ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് IP68 69 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ് ഈ ഒരു ഫോണിന്റെ കാര്യത്തിൽ. അതുപോലെ NFC സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടില്ല. അതെന്തായാലും ഒരു കുറവ് തന്നെയാണ്. കോൾ റെക്കോർഡിംഗ് ഫീച്ചർ വിവോയുടെ OSനകത്ത് ഉണ്ട്. അങ്ങനെ തലക്കൽ വിളിച്ച് പറയാതുള്ള കോൾ റെക്കോർഡിംഗ് ഉണ്ട്. അതുപോലെ യൂട്യൂബിനകത്ത് HDR വീഡിയോകളുടെ സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ നേട്ടങ്ങളെ പറ്റി പറഞ്ഞാൽ 7200 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിന്റെ ഡിസൈൻ കാണാൻ നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഡിസൈൻ ആണ്. ക്യാമറ കൊള്ളാം. അതുപോലെ ഇതിന്റെ ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് ഡിസ്പ്ലേ അത്ര ഭയങ്കരമൊന്നും പറയാനില്ല. പെർഫോമൻസും ഓക്കെ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്നത്. അപ്പോൾ ആ വിഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ് 24,999 രൂപയ്ക്കാണ് വിവോ Y51 Pro എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നത്. അപ്പോൾ ആ പ്രൈസ് പോയിന്റിൽ ഈ പറയുന്നത് പോലെ LCD ഡിസ്പ്ലേ അതൊരു കുറവ് തന്നെയാണ്. NFC സപ്പോർട്ട് ഇല്ല എന്നുള്ളത് ഒരു കുറവാണ്. അതുപോലെ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളതും കുറവ് തന്നെയാണ്. അപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ AMOLED ഡിസ്പ്ലേ ഒക്കെ നൽകുന്ന വേറെ ഫോണുകൾ ഉണ്ട് എന്നുള്ളതും ഓർക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രൈസിനെ കുറിച്ചും ഈ ഒരു ഫോണിനെ കുറിച്ചും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്നേക്കാൾ മികച്ച റിവ്യൂസ് നിങ്ങൾ തന്നെയാണ്. വീഡിയോക്ക് താഴെ കമന്റ് രേഖപ്പെടുത്താം നിങ്ങളുടെ റിവ്യൂ. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിന് വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.